രക്താർബുദത്തിനുള്ള കാർട്ടിസെൽ തെറാപ്പിക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കമിട്ട കൊച്ചി അമൃത ആശുപത്രി. രക്തത്തിലെ ടി-സെൽ കോശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി അവയെ രക്താർബുദത്തിനെതിരെ പോരാടാൻ പ്രാപ്തമാക്കുന്ന നൂതന ചികിത്സാ രീതിയാണ് ഇത്. അമൃത ആശുപത്രി നിലവിൽ 3 രോഗികൾ കാർട്ടിസെൽ തെറാപ്പിക്ക് വിധേയമാകുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തുവെന്ന് അമൃത ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ അറിയിച്ചു. രക്താർബുദ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റത്തിനാണ് കാർട്ടിസെൽ തെറാപ്പി വഴി കേരളത്തിൽ അമൃത ആശുപത്രി തുടക്കമിട്ടത്. രക്താർബുദത്തിലെ ലുക്കീമിയ, ലിംഫോമ, മൈലോമ എന്നീ ബി-സെൽ രക്താർബുദങ്ങൾക്കെതിരെയാണ് നിലവിൽ ഈ ചികിത്സ ഉപയോഗിക്കുന്നത്. നിലവിലുള്ള ചികിത്സാരീതികൾ പരാജയപ്പെട്ട് ക്യാൻസർ വീണ്ടും വന്ന രക്താർബുദ രോഗികൾക്കാണ് കാർട്ടിസെൽ ചികിത്സ പ്രയോജനപ്പെടുക. മുൻപ് ഈ ചികിത്സയ്ക്കായി വിദേശത്ത് പോകേണ്ടിയിരുന്നു. കോടികൾ ചികിത്സാ ചെലവ് വന്നിരുന്ന ഈ ചികിത്സ പ്രാദേശികമായി ലഭ്യമായതോടെ സാധാരണക്കാരനും ഉപയോഗപ്രദമാവുമെന്ന് അമൃത ആശുപത്രിയിലെ ക്ലിനിക്കൽ പ്രൊഫസറും ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ പറഞ്ഞു. ഞങ്ങളുടെ ആദ്യം ഒരു പേഷ്യന്റ് ഇങ്ങനെ കാർട്ടിസെൽ വേണ്ടി വന്നപ്പോൾ നമ്മൾ US വിട്ട് കാർട്ടി ചെയ്യാനാണ് ശ്രമിച്ചത്. 4 crores പ്ലസ് കോസ്റ്റ് അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു 1/10 കോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഇന്ത്യയിൽ കോസ്റ്റ് വരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് പേഷ്യന്റ് ആദ്യം ഇസ്രായേലിൽ പോയിട്ട് കാർട്ടി ചെയ്യാനായിരുന്നു. അവിടെ 1.5 to 2 crores കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കോസ്റ്റ് കൂടുതൽ ആക്സസ് വരുമ്പോൾ കോസ്റ്റ് ഇനി കുറയേണ്ടതാണ്. നമ്മളെല്ലാ പുതിയ ട്രീറ്റ്മെന്റും ആദ്യം എക്സ്പെൻസ് വരുന്ന പോലെ സബ്സിക്വന്റ്ലി കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു നമ്മളിപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പോയിന്റ് ഓഫ് കെയർ കാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റ് കുറേ കൂടി കുറയും. ഇനിയും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അപ്രസന്റ് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാൻ കാർട്ടിസെൽ തെറാപ്പി വഴി പ്രാപ്തമാകുന്നു. മറ്റ് ചികിത്സാരീതികൾ ഫലപ്രദമില്ലാത്ത രോഗികളിൽ ഇത് പ്രതീക്ഷ നൽകുന്നതാണെന്ന് അമൃത ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ പറഞ്ഞു. This is a methodology by which immune cells from the same patient is reinfused. But it is really a personalized medicine. It is different from chemotherapy. Chemotherapy anengil they are poisons that are introduced into the body. It kills both cancer cells and some normal cells. And the normal cells regenerate and the cancer cells disappear. That's chemotherapy. Adine koodal side effects kaanan saadhyadayundu. With this therapy, you're infusing the patient's own cells. So the potential for side effects is less. IIT മുംബൈ ഇൻക്യുബേറ്റഡ് കമ്പനിയായ ഇമ്മ്യൂണോ ആക്റ്റുമായി സഹകരിച്ചാണ് ഈ ചികിത്സ അമൃത ആശുപത്രി നടത്തുന്നത്. വിദേശത്തുള്ളതിനേക്കാൾ 10-1 കുറഞ്ഞ നിരക്കിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ചികിത്സ ലഭ്യമാകുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.